എല്ലാവർക്കും അമ്മാസ് രുചികളിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒത്തിരി പേര് ആവശ്യപ്പെട്ടിട്ട് സോയ ചങ്ക്സ് വെച്ചിട്ടൊരു ബിരിയാണിയാണ്. ഒരു റൈസാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടു സോയ ചങ്ക്സ് വെച്ചിട്ട് എന്തെങ്കിലും ഐറ്റം ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ 1-2 ഐറ്റം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് സോയ ചങ്ക്സ് ബിരിയാണി. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് സോയ ചേർക്കാതിരുന്നാൽ മതി, നല്ല വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അമ്മാസ് രുചികൾ കാണണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യാൻ മറക്കല്ല്. നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ? അതിനായിട്ട് ഞാനൊരു 1/2 കപ്പ് സോയ എടുത്തിട്ടുള്ളൂ. 2 ഗ്ലാസ് അരിക്കാണ് 1/2 കപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെടുക്കുന്ന അരിയുടെ അനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്തോളൂ കേട്ടോ. 2 ഗ്ലാസ് അരിക്കാണ് ഞാൻ 1/2 കപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഇട്ടു. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഈ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. വേണമെങ്കിൽ ഒരു ചരുവത്തിലേക്ക് സോയ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുകയും ചെയ്യാം. അങ്ങനെയും ചെയ്യാം കേട്ടോ. ഒന്ന് വേവിച്ചെടുക്കുകയും ചെയ്യാം. എങ്ങനെ വേണമല്ലോ. ഞാനിപ്പോൾ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി ഒരു 10-20 മിനിറ്റെങ്കിലും ഇരിക്കണം. 20 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് കോരിയെടുക്കണം. വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ചെറിയ സോയയാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ ആ സോയ ഒന്ന് വലുതായിട്ടുണ്ട് കേട്ടോ. ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. തീരെ ചെറുതില്ല, ആ ചെറിയ സോയയാണ് ഞാൻ ഉപയോഗിച്ചത്. വലിയ സോയ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ടാൽ മതി വലിയ സോയ ആണെങ്കിൽ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ചപ്പം കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു. എങ്കിലും വേണ്ടി വരും ഉപ്പ് നമുക്ക്. ഇനി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തു. 1 ടീസ്പൂണ് മുളക് പൊടിയുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും. എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൻ്റെ അളവുകളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട്. ഈ വീഡിയോയുടെ അടിയിൽ കാണിക്കുന്നുമുണ്ട്. അപ്പോൾ അത് നോക്കി അളവുകളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നോക്കിയിട്ടേ ഉപ്പിടാവുള്ളൂ. കുറച്ച് ഉപ്പ് കൂടി, ഒരു 1/2 സ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 20-30 മിനിറ്റ് വരെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതായത് നമ്മൾ സവാളയൊക്കെ വഴറ്റുന്ന സമയമുണ്ടല്ലോ, ആ സമയം മതിയാവും. ഇത് ചെയ്തിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചോളൂ. അപ്പം നമുക്ക് ആ കുക്കറിൽ പകുതി ആകുമ്പോഴത്തേക്കും പണിയെല്ലാം തീരും കേട്ടോ. ഇനി ഒരു നാരങ്ങ നീരും കൂടെ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുക. നാരങ്ങ നീര് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് ചേർത്താലും മതിയാവും. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പം ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ബിരിയാണിക്കകത്തിടുന്ന എല്ലാ സ്പൈസസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കറുവപ്പട്ട, 2-3 ഗ്രാമ്പൂ, 2 ഏലക്ക, പിന്നെ ഒരു തക്കോലം ഉണ്ടല്ലോ, സ്റ്റാർ ഫ്ലവർ, അതും ഇട്ടു. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് ഇട്ടു. ആ കുരുമുളക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ വേണം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാനായിട്ട്. കുരുമുളക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള കൊത്തി അരിഞ്ഞതാണ് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞതാണ്. നീളത്തിൽ അരിഞ്ഞെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത് ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ ഒരു 2-3 പച്ചമുളകും കൂടെ വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് 4 വരെയൊക്കെ ആവാം പച്ചമുളക്. നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് 3 ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒന്ന് കളർ മാറി വരുമ്പോഴത്തേക്കും ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം ചേർത്തോളൂ കേട്ടോ. എൻ്റെ കയ്യിൽ ക്യാരറ്റും ക്യാപ്സിക്കവും ഗ്രീൻ പീസും ഉണ്ടായിരുന്നുള്ളൂ. ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് ചേർക്കാം. ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജ് ചേർക്കാം. എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം ചേർത്ത് കൊടുത്തോളൂ. ഒരുപാട് ചേർക്കേണ്ട, എല്ലാം ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വീതം മതിയാവും. ഒരുപാട് വേണ്ട. എല്ലാം അത്രയും വീതം ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ചിട്ട് കൂട്ടിക്കോളൂ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർക്കുന്നത്.
1 ടീസ്പൂണോളം മല്ലിപ്പൊടി വേണം. ബാക്കി പൊടികളൊക്കെ നമ്മൾ സോയ ചങ്ക്സിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ എടുത്തിട്ടുണ്ട് പകുതി. അതുകൊണ്ടാണ് ബാക്കി പകുതി ഇതിലേക്ക് ചേർത്തത് കേട്ടോ. 1/2 ടീസ്പൂണാണ് മുളക് പൊടി ചേർത്തത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർക്കണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ മിക്സ് ചെയ്യണം. ഇനി നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. പുതിനയില ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അപ്പോൾ അത്രയും നേരമാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നേരെ കുക്കർ അടുപ്പത്ത് വെക്കുക ചെയ്ത്, ആ സമയം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്യണം. വെജിറ്റേറിയൻകാർക്ക് കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തുവിടാൻ നല്ലൊരു വെറൈറ്റിയാണ്. ഒരു നല്ല ടേസ്റ്റാണ്. സോയ ചങ്ക്സിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടെ വരുമ്പോൾ റൈസിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് കുക്കറൊന്ന് അടച്ച് വെച്ച് വേവിച്ചു കേട്ടോ. ഒരു 3 മിനിറ്റോളം കുക്കറൊന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ സോക്ക് ചെയ്ത റൈസാണ് ഇടുന്നത്. ബസ്മതി അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 20 മിനിറ്റ് നേരം 2 ഗ്ലാസ് അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. എന്നിട്ടൊരു അരിപ്പയ്ക്കകത്തോട്ട് ഊറ്റി വെച്ചിട്ട് ഇട്ട അരിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അരിയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒന്നുകൂടെ പറയാം, 20 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. എന്നിട്ട് ഊറ്റിയെടുത്ത് സ്ട്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ട് ആ അരിയാണ് ഞാനിപ്പോൾ ചേർത്തത് കേട്ടോ. ആദ്യം സോയ ചേർത്തിട്ട് ഒരു 3 മിനിറ്റ് നേരം വേവിക്കണം. കുക്കറൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. വേവിച്ചിട്ട് വേണം അരി ചേർക്കാനായിട്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നാണ്. അപ്പം 2 ഗ്ലാസ്സിന് ഏകദേശം 3 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കണം. വേറെ തൈരൊന്നും ചേർക്കുന്നില്ലാത്തതുകൊണ്ട് ഗ്ലാസ്സിൽ വെള്ളം അങ്ങനെ തന്നെ ചേർക്കണം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കുക. എല്ലാത്തിലും നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടുകൊള്ളുക. ഇത്രയേ ഉള്ളൂ നമ്മളുടെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ പെട്ടെന്ന് റെഡിയായി. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിലാണ് മീഡിയം ഫ്ലെയിമിൽ. ഹൈ ഫ്ലെയിമിലും വെക്കല്, ലോ ഫ്ലെയിമിലും വെക്കല്. മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ കേൾക്കുന്നിടം വരെ നമ്മൾ ഈ കുക്കറൊന്ന് അടുപ്പത്ത് വെക്കണം. ഒരു ഫുൾ വിസിൽ തീർന്നിട്ടേ ഓഫ് ചെയ്യാവുള്ളൂ കേട്ടോ. എന്നിട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ആറിയിട്ട് എടുക്കാവുള്ളൂ. അപ്പോഴേ നമുക്ക് ആ ചോറൊക്കെ ഒട്ടാതെയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു വിസിൽ കഴിഞ്ഞപ്പം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. കുക്കറൊന്ന് തുറന്ന് കാണിക്കാം. കണ്ടില്ലേ, സോയയൊക്കെ നല്ല പാകത്തിന് ടോപ്പിൽ വന്ന് സെറ്റായിട്ട് കിടപ്പുണ്ട്. കണ്ടില്ലേ, നല്ല സ്റ്റൈലായിട്ട് കിടക്കുവാണ്. അടിയിൽ റൈസ് എല്ലാം ഉണ്ട്, വെജിറ്റബിൾസും എല്ലാം ഉണ്ട്. നല്ല ചോറൊക്കെ നല്ല വിട്ട് നല്ല പാകത്തിന് വെന്ത് കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതൊന്ന് സെർവ് ചെയ്താൽ മാത്രം മതി. വേണമെങ്കിൽ നട്ട്സും കിസ്മിസും ഒക്കെ വേണമെങ്കിൽ സവാള വറുത്ത് ചേർക്കാം. അങ്ങനെ എല്ലാ എക്സ്ട്രാ പണികളും വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. കൂടുതൽ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്യാം. കുഞ്ഞുങ്ങൾ വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് പച്ചക്കറികളൊക്കെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് കഴിച്ചോളും. നല്ല ഒരു വെജിറ്റേറിയൻ വിഭവമാണ്. വളരെ ടേസ്റ്റിയുമാണ്. സാധാരണ ബിരിയാണിയിൽ നിന്ന് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായ ടേസ്റ്റാണ്. സോയ ചങ്ക്സിൻ്റെ എല്ലാം കൂടെ ടേസ്റ്റും ഒക്കെ കൂടെ വരുന്നതുകൊണ്ട് നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഒത്തിരി പേര് ആവശ്യപ്പെട്ടിരുന്നു സോയാബീൻ വെച്ചിട്ടൊരു ബിരിയാണി ചെയ്ത് കാണിക്കണമെന്ന്. അങ്ങനെയാണ് ഞാനിത് ചെയ്തത്. അപ്പം നല്ല കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കഴിച്ച് കഴിഞ്ഞപ്പം. അതിൻ്റെ കൂടെ റേത്തയാണ് എടുത്തത്. സവാളയും തക്കാളിയൊക്കെ കൂടെ പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് തൈരും കൂടെ കൂട്ടി നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വിളമ്പാം അല്ലേ. നല്ല റൈസൊക്കെ പാകത്തിനാണ്. ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടുള്ളൂ, സോയ ചങ്ക്സ് ഒരുപാട് കൂടി പോകരുത്. 2 ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് എന്നുള്ള കണക്കിൽ ഏത് ഗ്ലാസ്സാണോ ഉപയോഗിക്കുന്നത് അങ്ങനെ ഉപയോഗിക്കാവുള്ളൂ. ഒരുപാടായിപ്പോയി കഴിഞ്ഞാൽ കഴിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു സാലഡും കൂടെ ഉണ്ടെങ്കിൽ, ഒരു പപ്പടവും ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും.
എരിയൊക്കെ പാകത്തിനാണ്, എരിവൊക്കെ പാകത്തിനാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു അടിപൊളി വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. ഉടനെ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.